പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമുക്ക് സം ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് പോകാം. പത്താമത്തെ ചോദ്യം ഇതാണ്. A 1.5 meter tall boy is standing at some distance from a 30 meter tall building. The angle of elevation from his eyes to the top of the building increases from 30 degree to 60 degree as he walks towards the building. Find the distance he walked towards the building. എന്നാണ് ചോദ്യം. A 1.5 meter tall boy is standing at some distance from a 30 meter tall building. The angle of elevation from his eyes to the top of the building increases 30 degree to 60 degree as he walks towards the building. Find the distance he walks towards the building. ഇതാണ് ചോദ്യം. നമുക്ക് ആൻസറിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. 30 മീറ്റർ പൊക്കമുള്ള ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന് നമുക്ക് എ ബി എന്ന് പേര് കൊടുക്കാം. 30 മീറ്റർ ഹൈറ്റുള്ളൊരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 30 മീറ്ററാണ്. സി ഡി ആണെന്നിരിക്കട്ടെ, 1.5 മീറ്റർ ഉയരമുള്ള ബോയ് എന്ന് പറയുന്നത് സി ഡി ആണെന്നിരിക്കട്ടെ. സി ഡി ബി ദ ബോയ് വിത്ത് ഹൈറ്റ് 1.5. ഈ ബോയ് ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്ക് നോക്കുന്നു. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഈ ബോയ് കുറച്ച് മുന്നോട്ട് നടക്കുന്നു. ഈ സി എന്ന പോയിന്റിൽ നിന്ന് ഇ എന്ന പോയിന്റിൽ എത്തിയതിന് ശേഷം ഇതിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ നോക്കുമ്പോൾ 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ബോയ് നടന്ന ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എ ബി ആണെന്നിരിക്കട്ടെ 30 മീറ്റർ ഉയരമുള്ള ആ ബിൽഡിങ്. സി എന്ന പൊസിഷനിൽ ഒരു ബോയ് നിൽക്കുന്നു. ബോയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 മീറ്ററാണ്. ബോയ് സി എന്ന പോയിന്റിൽ നിന്നുകൊണ്ട് ഇത് ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്ക് നോക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഈ ബോയ് കുറച്ച് മുന്നോട്ട് നടക്കുന്നു, ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് നടക്കുന്നു. എന്നിട്ട് ഇ എന്ന പൊസിഷനിലെത്തുന്നു. അവിടുന്ന് ഇതിൻ്റെ ടോപ്പിലേക്ക് നോക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ബോയ് നടന്ന ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. എത്ര മീറ്ററാണ് ആ ബോയ് മുന്നോട്ട് നടന്നത്? ഇതാണ് ചോദ്യം. ഇപ്പോൾ 30 മീറ്റർ നീളമുള്ള ഒരു ബിൽഡിങ്, സി ഡി എന്ന് പറയുന്നത് ഒരു ബോയ് ആണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 മീറ്ററാണ്. ഈ സി എന്ന പോയിന്റിൽ ഈ ബോയ് നിൽക്കുമ്പോൾ ഉള്ള ആംഗിൾ ഓഫ് ഈ സി എന്ന പോയിന്റിൽ നിന്നുകൊണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്ക് ബോയ് നോക്കുന്നു. അപ്പോഴുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഈ ബോയ് കുറച്ച് മുന്നോട്ട് വന്നതിന് ശേഷം ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്ക് നോക്കുന്നു. അപ്പോഴുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബോയ് മുന്നോട്ട് സഞ്ചരിച്ച ദൂരം എത്രയാണെന്നാണ് ചോദ്യം. നമുക്കിങ്ങനെ തുടങ്ങാം. ഈ ബോയ് മുന്നോട്ട് സഞ്ചരിച്ച ദൂരം എക്സ് ആണെന്നിരിക്കട്ടെ. ലെറ്റ് എക്സ് മീറ്റർ ബി ദ ഡിസ്റ്റൻസ് വോക്ക്ഡ് ബൈ ദ ബോയ്. ഈ ബോയ് മുന്നോട്ട് സഞ്ചരിച്ച ദൂരം എക്സ് ആണെന്നിരിക്കട്ടെ. ലെറ്റ് എക്സ് മീറ്റർ ബി ദ ഡിസ്റ്റൻസ് വോക്ക്ഡ് ബൈ ദ ബോയ്. ബോയ് മുന്നോട്ട് സഞ്ചരിച്ച ദൂരം എക്സ് ആണെന്നിരിക്കട്ടെ. ഫ്രം റൈറ്റ് ട്രയാങ്കിൾ എഫ് ജി ബി. എഫ് ജി ബി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് ടാൻ 60 ഡിഗ്രി എന്ന് പറയുന്നത് ബി ജി ബൈ ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം ബി ജി ബൈ എഫ് ജി ആണ്. ഈ ബിൽഡിങ്ങിൻ്റെ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് 30 മീറ്ററാണ്. ഈ ബോയുടെ ലെങ്ത് 1.5 മീറ്ററാണ്. അതുകൊണ്ട് സി ഡി 1.5 ആയതുകൊണ്ട് ഈ എ ജി എന്ന് പറയുന്നതും 1.5 ആയിരിക്കും. അതുകൊണ്ട് തന്നെ 30യിൽ നിന്ന് 1.5 കുറച്ചാൽ കിട്ടുന്ന 28.5 ആയിരിക്കും ബി ജി എന്ന് പറയുന്നത്. 28.5 ആയിരിക്കും. അപ്പോൾ ടാൻ 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു ബി ജി ബൈ എഫ് ജി. ബി ജി എന്ന് പറയുന്നത് 28.5 ആണ്. 28.5 ബൈ എഫ് ജി ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ടാൻ 60 ഡിഗ്രിയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടാൻ 60 ഡിഗ്രി എന്ന് പറയുന്നത് √3 ആണ്. √3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് ജി എന്ന് പറയുന്നത് 28.5 ഡിവൈഡഡ് ബൈ √3 ആണ്. ദാറ്റ് ഈസ് 28.5 ഡിവൈഡഡ് ബൈ √3യുടെ വാല്യൂ അപ്രോക്സിമേറ്റ് വാല്യൂ 1.7
32 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 16.45. അപ്പോൾ നമ്മൾ എഫ് ജി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിച്ചത്. എഫ് ജി എന്ന ഡിസ്റ്റൻസ് റൈറ്റ് ട്രയാങ്കിൾ എഫ് ജി ബി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ ഉപയോഗിച്ച് നമ്മൾ എഫ് ജി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇനി ഫ്രം റൈറ്റ് ട്രയാങ്കിൾ ഡി ജി ബി എന്ന് പറയുന്ന വലിയ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് ഫ്രം റൈറ്റ് ട്രയാങ്കിൾ ഡി ജി ബി, ഈ ഡി ജി ബി എന്ന് പറയുന്ന വലിയ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് tan 30 ഡിഗ്രി എന്ന് പറയുന്നത് ഡി ജി ബി എന്ന് പറയുന്ന വലിയ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് tan 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം ബി ജി ഡിവൈഡഡ് ബൈ ഡി ജി ആണ്. ഇവിടെ ബി ജി എന്ന് പറയുന്നത് 28.5 ആണ്, നമുക്കറിയാം. ഡി ജി എന്ന് പറയുന്നത് ഡി എഫ് പ്ലസ് എഫ് ജി ആണ്. ഡി ജി എന്ന് പറയുന്നത് ഡി എഫ് പ്ലസ് എഫ് ജി ആണ്. ഡി ജി എന്ന് പറയുന്നത് ഡി എഫ് പ്ലസ് എഫ് ജി ആണ്. tan 30ക്ക് വരെ നമുക്ക് 1/√3 എന്ന് കൊടുക്കാം. അപ്പോൾ 1/√3 ഈസ് ഈക്വൽ ടു 28.5 ഡിവൈഡഡ് ബൈ, ഇനി ഇവിടെ ഡി എഫ് എന്ന് പറയുന്ന എക്സ് ആണ്, എക്സ് പ്ലസ് എഫ് ജി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 16.45 ആണ്. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/√3യുടെ വാല്യൂ എന്ന് പറയുന്നത് 0.58 ആണ്. 0.58 ഈസ് ഈക്വൽ ടു 28.5 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 16.45. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.58 ഇൻറ്റു എക്സ് പ്ലസ് 16.45 ഈസ് ഈക്വൽ ടു 28.5. ഈ 0.58 അകത്തേക്ക് ഗുണിക്കുന്നുണ്ടെങ്കിൽ 0.58 എക്സ് പ്ലസ് 0.58 ഇൻറ്റു 16.45 ഈസ് ഈക്വൽ ടു 28.5. That implies 0.58 x പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9.54 എന്ന് വരും, ഈസ് ഈക്വൽ ടു 28.5. ദാറ്റ് ഇംപ്ലൈസ് 0.58 x ഈസ് ഈക്വൽ ടു 28 മൈനസ് 9.54. ദാറ്റ് ഈസ് ഈക്വൽ ടു 18.96. അപ്പോൾ 0.58 എക്സ് എന്ന് പറയുന്നത് 18.96 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 18.96 ഡിവൈഡഡ് ബൈ 0.58 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 32.69 approximately. 32.69 approximately. Okay. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. From a point on the ground, the angle of elevation of the bottom and top of a transmission tower fixed at the top of a 20-meter high building is 45 degree and 60 degree respectively. Find the height of the tower. Question ഞാൻ ഒന്നുകൂടെ വായിക്കാം. From a point on the ground, the angle of elevation of the bottom and top of a transmission tower fixed at the top of a 20-meter high building are 45 degree and 60 degree respectively. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ഇത് ഹോംവർക്കായിട്ട് ചെയ്യുക. ഇതിൻ്റെ ഉത്തരം 20 ഇൻറ്റു √3 - 1 മീറ്റർ എന്ന് കിട്ടും. ഇത് തനിയെ ട്രൈ ചെയ്യുക. അടുത്ത ചോദ്യം. ദി ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദി ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ആൻ 8-meter tall building from the top of a multi-storied building is 30 degree and 40 degree respectively. Find the height of the multi-storied building and distance between two buildings. ഞാനൊന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. ദി ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദി ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ആൻ 8-meter tall building from the top of a multi-storied building is 30 degree and 40 degree respectively. Find the height of the multi-storied building and the distance between the two buildings ഇതാണ് ചോദ്യം. നമുക്ക് ആ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് എ ബി ആണെന്നിരിക്കട്ടെ, മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ്, പിന്നെ 8 meter ഹൈറ്റുള്ള ബിൽഡിംഗ് സി ഡി ആണെന്നിരിക്കട്ടെ. അതാണ് എഴുതിക്കുക. ലെറ്റ് എ ബി ബി ദ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് ആൻഡ് സി ഡി ബി ദ ബിൽഡിംഗ് വിത്ത് ഹൈറ്റ് 8 meter. നമുക്ക് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് നമുക്ക് എ ബി എന്ന് എടുക്കാം. അതുപോലെ തന്നെ 8 meter ഹൈറ്റുള്ള ബിൽഡിംഗ് നമുക്ക് സി ഡി എന്ന് എടുക്കാം. ഈ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിൽ നിന്ന് നമ്മൾ ഈ 8 meter ഹൈറ്റുള്ള ബിൽഡിങ്ങിലേക്കുള്ള
ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഇനി ഈ മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് ഈ 8 മീറ്റർ ഹൈറ്റുള്ള ബിൽഡിങ്ങിൻ്റെ ബോട്ടത്തിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഈ മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ 8 മീറ്റർ ഹൈറ്റുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇനി ഈ മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് ഈ 8 മീറ്റർ നീളമുള്ള ബിൽഡിങ്ങിൻ്റെ ബോട്ടത്തിലേക്ക് നോക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 30 ഡിഗ്രി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ആംഗിളും 30 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് ഈ ആംഗിൾ 30 ആയതുകൊണ്ട് ഈ ആംഗിളും 30 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇത് 45 ഡിഗ്രി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ആംഗിളും 45 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഈ ലെങ്ത് 8 ആയതുകൊണ്ട് തീർച്ചയായിട്ടും ACD എന്ന് പറയുന്ന ലെങ്ത് 8 ആയതുകൊണ്ട് AE എന്ന് പറയുന്ന ലെങ്തും 8 ആയിരിക്കും. നമുക്ക് ഈ മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയാണ്. ലെറ്റ് AB ബി ദ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ആൻഡ് CD ബി ദ ബിൽഡിംഗ് വിത്ത് ഹൈറ്റ് 8 മീറ്റർ. ഓക്കെ, ഈ മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങിൽ നിന്ന് നമ്മൾ ഈ 8 മീറ്റർ പൊക്കമുള്ള ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഈ മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങിൽ നിന്ന് ഈ 8 മീറ്റർ ഹൈറ്റുള്ള ബിൽഡിങ്ങിൻ്റെ ബോട്ടത്തിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 30 ആയതുകൊണ്ട് ഇവിടെ വരുന്ന ഈ ആംഗിൾ 30 ആയിരിക്കും. ഈ ആംഗിൾ 45 ആയതുകൊണ്ട് ഇവിടെ വരുന്ന ഈ ആംഗിളും 45 ഡിഗ്രി ആയിരിക്കും. ഇനി ഇത് 8 മീറ്റർ ആയതുകൊണ്ട് CD 8 മീറ്റർ ആയതുകൊണ്ട് AE എന്ന് പറയുന്നതും 8 മീറ്റർ ആയിരിക്കും. നമുക്ക് ഈ മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ BE എന്ന് പറയുന്ന ഡിസ്റ്റൻസും കൂടെ മതി. BE അറിയാമെങ്കിൽ 8 + BE ആയിരിക്കും ഈ മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ BE കണ്ടുപിടിച്ചാൽ മതി. ശ്രദ്ധിക്കുക, ഫ്രം റൈറ്റ് ട്രയാങ്കിൾ DEB എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് tan 30 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം BE ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളം DE ആണ്. അപ്പോൾ tan 30ക്ക് വരെ നമുക്ക് 1/√3 എന്ന് കൊടുക്കാം. 1/√3 സമം BE ഡിവൈഡഡ് ബൈ DE ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ DE സമം √3 ഇൻറ്റു BE ആണ്. √3 ഇൻറ്റു BE ആണ്. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. നമുക്ക് BE കിട്ടിയാൽ ഹൈറ്റ് പറയാം. മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ DE എന്ന് പറയുന്നത് √3 ഇൻറ്റു BE ആണ്. ഓക്കെ, ഇനി വീണ്ടും ഫ്രം ദ റൈറ്റ് ട്രയാങ്കിൾ CAB, ഈ CAB എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് tan 45 ഡിഗ്രി എന്ന് പറയുന്നത് AB ബൈ AC ആണ്. അതാണ് എഴുതിയിരിക്കുന്നത്. tan ഫ്രം റൈറ്റ് ട്രയാങ്കിൾ CAB tan 45 ഡിഗ്രി എന്ന് പറയുന്നത് AB ബൈ AC ആണ്. tan 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 = AB ബൈ AC ആണ്. Therefore ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AC എന്ന് പറയുന്ന സമം AB ആണ്. ഇനി AB എന്ന് പറയുന്നത് ഇവിടെ AB എന്ന് പറയുന്നത് AE + BE ആണ്. AE + BE ആണ്. AB എന്ന് പറയുന്നത് AE + BE ആണ്. അപ്പോൾ ABക്ക് പകരം നമുക്ക് AE + BE എന്ന് കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് AC സമം AE എന്ന് പറയുന്നത് നമുക്കറിയാം 8 ആണ്. 8 + BE ആണ്. 8 പ്ലസ് AE എന്ന് പറയുന്നത് 8 ആണ്. 8 + BE എന്ന് വരും. 8 + BE. ഇനി AC എന്ന് പറയുന്നത് AC എന്ന് പറയുന്നത് DEയോട് സെയിം ആണ്. അപ്പോൾ ACക്ക് പകരം നമുക്ക് DE കൊടുക്കാം. അപ്പോൾ DE സമം 8 + BE എന്ന് വരും. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2 ബിക്കോസ് AC = DE ആണ്. 1ഉം 2ഉം ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് പറയാം. 1 and 2 1ഉം 2ഉം ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് പറയാം √3 ഇൻറ്റു BE സമം 8 + BE ആണ്. ഈ BE ആണ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. BE ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ √3 ഇൻറ്റു BE മൈനസ് BE = 8 വരും. നമുക്ക് ഈ B വരുന്ന രണ്ട് ടേംസിൽ നിന്ന് B അങ്ങ് വെളിയിലെടുക്കാം. BE വരുന്ന രണ്ട് ടേംസിൽ നിന്ന് BE നമ്മളങ്ങ് വെളിയിലെടുക്കാം. അകത്ത് √3 - 1 എന്ന് വരും = 8. അപ്പോൾ BE എന്ന് പറയുന്നത് 8/√3 - 1 ആണ്. 8/√3 - 1 ആണ്. അപ്പോൾ BE കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഹൈറ്റ് ഓഫ് ദ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് പറയാം. ഹൈറ്റ് ഓഫ് ദ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് = AB ആണ്. AB എന്ന് പറയുന്നത് AE + BE ആണ്.
എ ഇ പ്ലസ് ബി ഇ ആണ്. എ എന്ന് പറയുന്നത് 8 ആണ്. 8 പ്ലസ് ബി ഇ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 8 ഡിവൈഡഡ് ബൈ √3 - 1 ആണ്. ഇവിടെ കമ്പൈൻ ചെയ്യുന്നു. കോമൺ ഡിനോമിനേറ്റർ √3 - 1 വരും. ന്യൂമറേറ്ററിനകത്ത് 8 × √3 - 1 + 8 എന്ന് വരും. ദാറ്റ് ഇസ് ഇക്വലി 8 കൊണ്ട് അകത്തേക്ക് ഗുണിക്കുമ്പോൾ 8 √3 - 8 + 8 എന്ന് വരും ബൈ √3 - 1. ഈ 8 8 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 8 √3 ഡിവൈഡഡ് ബൈ √3 - 1 എന്ന് വരും. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും √3 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു √3 + 1 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 8 √3 × √3 + 1 ഡിവൈഡഡ് ബൈ √3 - 1 × √3 + 1. അപ്പോൾ √3 + 1 കൊണ്ട് മുകളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 √3 × √3 + 1 ഡിവൈഡഡ് ബൈ ഇത് a - b × a + b എന്നുള്ള ഫോമാണ്. a² - b². അപ്പോൾ 3 - 1 എന്ന് വരും. അത് 2 എന്ന് വരും. ദാറ്റ് ഈസ് 8 √3 × √3 + 1 ഡിവൈഡഡ് ബൈ 2. 2ഉം 8ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 4 √3 × √3 + 1 എന്ന് വരും. ഈ √3 അകത്തേക്ക് ഗുണിക്കുകയാണെങ്കിൽ 4 × 3 + √3 ആണ്. 3 + √3 മീറ്റർ. ഇതാണ് ആ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ആ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. 13ാമത്തെ ചോദ്യം, എക്സാമ്പിൾ 7 പേജ് 202 NCERT. ഇത് തനിയെ ഹോംവർക്കായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയുള്ള കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.